ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വൈക്കത്തഷ്ടമി. വൈക്കത്ത് പാതി കിള്ളിക്കുറിശ്ശിയിൽ എന്നാണ് ചൊല്ല്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ ഇന്ന് കിള്ളിക്കുറിശ്ശിയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം. ആയതിനാൽ വളരെയധികം ഭക്തജനങ്ങൾ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തുകൊണ്ട് മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി. 108 ശിവാലയങ്ങളിൽ ഒന്നായ കിള്ളിക്കുറിശ്ശി ശ്രീ മഹാദേവ ക്ഷേത്രം ഏകദേശം 5000 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. പണ്ടൊരിക്കൽ അവതാരമൂർത്തിയായ പരശുരാമൻ താൻ സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്ത കേരളത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ശിവപ്രതിഷ്ഠ നടത്തുവാൻ ആഗ്രഹമുണ്ടെന്ന് മഹാവിഷ്ണുവിനെ അറിയിച്ചു. അത് കേട്ട് പ്രസന്നനായ മഹാവിഷ്ണു കാശിയിൽ ബ്രഹ്മാവ് പൂജിച്ച വിശിഷ്ടമായ ഒരു ശിവലിംഗം ഉണ്ടെന്ന് പറയുകയും അത് എടുത്തുകൊണ്ടുവന്ന് ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് പരശുരാമൻ ആ ശിവലിംഗം എടുത്തുകൊണ്ടുവരികയും ശ്രീ ശുഗമഹർഷിയെ കൊണ്ട് അത് ഭാരതപ്പുഴയുടെ വടക്കേ കരയിലുള്ള പവിത്ര ഭൂമിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ മഹാക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലുള്ള ലക്കിടി പേരൂർ പഞ്ചായത്തിലെ സുപ്രസിദ്ധമായ കിള്ളിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രം. ശ്രീ ശുഗ മഹർഷി പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ മഹാക്ഷേത്രം ശ്രീ ശുഗാലയം എന്ന പേരിലും അറിയപ്പെടുന്നു. കിള്ളിക്കുറിശ്ശി മഹാദേവന്റെ ഈ പുണ്യഭൂമി മഹാധരണീയനായ ഓട്ടൻതുള്ളൽ കലാരൂപത്തെ ഉദയം ചെയ്ത മഹാകവിയായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ, സംസ്കൃത പണ്ഡിതന്മാരായ കോപ്പാട് അച്യുതപെരുമാൾ, പണ്ഡിതരാജൻ ഗോവിന്ദൻ നമ്പ്യാർ, സംസ്കൃത വിദ്വാൻ രാമൻ നമ്പ്യാർ, പത്മശ്രീ മാണിമാധവ ചാക്യാർ, അദ്ദേഹത്തിൻ്റെ മക്കളായ പത്മശ്രീ നാരായണൻ നമ്പ്യാർ, പത്മശ്രീ പി.കെ. ഗോപി നമ്പ്യാർ ആകിയവരും കലാമണ്ഡലത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായ കലാമണ്ഡലം കഥകളി ആശാൻ മംഗളി ശ്രീ കേളു നായർ എന്നീ മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ സ്ഥലവും ആണ്. ഇവിടെ മഹാദേവൻ ധ്യാനത്തിൽ ഇരിക്കുന്നതായാണ് സങ്കല്പം. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് വൈക്കത്തപ്പനായും വൈകുന്നേരം ഉമാമഹേശ്വരനായും മഹാദേവൻ ദർശനം കൊടുക്കുന്നു. മെത്തവിലാസം കൂത്ത് നമസ്കാരവുമാണ് പ്രധാന വഴിപാട്. തുലാമാസം 1-ാം തീയതി മുതൽ പഞ്ചഗവ്യം തുടങ്ങി 13-ാം ദിവസം കളഭത്തോടെയാണ് അവസാനിക്കുന്നു. അന്ന് തന്നെയാണ് മഹാദേവന് നിറമാലയും ചുറ്റുവിളക്കും. അന്ന് ഭക്തജനങ്ങൾ അനവധി പേർ ശയനപ്രദക്ഷിണം വഹിക്കുന്നു. പാർവതി ദേവിക്ക് തനി സന്നിധിയുണ്ട്. അവിടെ ഭഗവത് സേവയാണ് പ്രധാന വഴിപാട്. ശ്രീ മഹാദേവന്റെ മുൻപിൽ സ്വയംഭൂ ഗണപതിയും ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് പടികൾ ഏറിപ്പോണാൽ ഭദ്രകാളി ക്ഷേത്രവും ഉണ്ട്. ഇവിടെ വൈക്കത്തഷ്ടമിയെ പോലെ മഹാശിവരാത്രിയും ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. അഷ്ടമംഗല പ്രശ്നവിധി അനുസരിച്ച് ഭക്തജനങ്ങളുടെ സഹായത്തോടെ ദ്രവ്യകലശം നടത്തുകയുണ്ടായി. തുടർന്ന് കർപ്പൂരാദി കലശം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നോണം ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പൊളിച്ചു പണിയുന്നു. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ സമുദ്യമത്തിന് തയ്യാറെടുക്കുകയാണ് കിള്ളിക്കുറിശ്ശി മഹാദേവ ക്ഷേത്ര സമിതി. ആയതിനാൽ പ്രിയ ദേശവാസികളും ഭക്തജനങ്ങളും ഈ പുണ്യപ്രവർത്തനത്തിൽ പങ്ക് വഹിക്കാൻ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കേണ്ട അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഹര ഹര മഹാദേവ്. ഹരി ഓം.